ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കട്ടിംഗ് ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇത്രയും ദിവസം നമ്മൾ കട്ടിങ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ വീഡിയോ കാണുന്നവർക്കും അതുപോലെ തന്നെ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ ഒന്നുകൂടെ എല്ലാം പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. കഴിഞ്ഞ വീഡിയോകൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഷ ഫാബ്രിക് വേൾഡ് എന്ന് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അനുഷ ഫാബ്രിക് വേൾഡ് എന്ന് അടിച്ചു കൊടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന മെഷീൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് മെത്തേഡുകളും മെഷീൻ സൂക്ഷിക്കേണ്ട രീതിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പെറ്റിക്കോട്ട് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുത്ത് തയ്ക്കേണ്ടത് എന്നാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ മെഷീൻ ഉള്ളവർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ദിവസവും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൈ നന്നായി സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മെഷീനിൽ നന്നായി ഓയിലിട്ട് മെഷീൻ വേസ്റ്റ് പീസിൽ വെറുതെ അടിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ നന്നായി സെറ്റ് ആയി വരുന്നെങ്കിൽ നമ്മൾ വെറുതെ സ്റ്റിച്ച് ചെയ്ത് തന്നെ വേണം നമുക്ക് കൈ സെറ്റാകാനായിട്ട്. നമ്മളിങ്ങനെ വേസ്റ്റ് പീസ് എടുത്തിട്ട് വെറുതെ സ്റ്റിച്ച് ചെയ്യണം. തയ്യൽ അറിയത്തില്ലാത്തവർ പ്രത്യേകിച്ച് കൈ സെറ്റാക്കി എടുക്കുക. ലെവലായിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, ബെൻഡ് ആകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് വരും. ഒരേ ലെവലിൽ അടിക്കാനായിട്ട് പരിശ്രമിക്കണം. ഒരേ ലെവലിൽ അടിച്ചടിച്ച് നമ്മുടെ കൈയും കണ്ണും നല്ലപോലെ സെറ്റാക്കി എടുക്കണം. വെറും 2 സ്റ്റിച്ച് പഠിച്ചാൽ മതി. നമുക്ക് എല്ലാ സ്റ്റിച്ചുകളും അത്യാവശ്യം ഇടാനായിട്ട് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന സ്റ്റിച്ച് എഡ്ജിലടിക്കുക എന്ന് പറയും. ഫസ്റ്റ് എഡ്ജിൽ ഇടുക ഒരു സ്റ്റിച്ച്.